ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ഒരു ചർച്ച അത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലാണ് നടക്കുന്നതെങ്കിലും അവിടെ ഇറാൻ നന്ദി മുഴുവൻ പറയുന്നത് ഇന്ത്യക്കാണ് എന്നുള്ളതാണ് പാകിസ്ഥാനെ ഏറ്റവും ഞെട്ടിക്കുന്നതും ചൊടിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴിതാ നന്ദി ഇന്ത്യ എന്ന് പറഞ്ഞ് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വൈദ്യസഹായം എത്തിയപ്പോൾ, അതായത് ഇന്ത്യയുടെ വൈദ്യസഹായം ഇറാനിൽ എത്തിയപ്പോൾ വേറെ എല്ലാ രാജ്യങ്ങളും ഇറാനോട് വലിയ നിസ്സംഗ സ്വഭാവമാണ് കാണിച്ചത്. ഒരു തരത്തിലുള്ള സഹായവും അവർക്ക് തരാനായി തയ്യാറായില്ല. ഇന്ത്യയുടെ വൈദ്യസഹായം ഇറാനിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ ഇറാനെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി ഇന്ത്യക്കാർ കോടിക്കണക്കിന് രൂപ ഉദാരമായി സംഭാവന ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നന്ദി ഇന്ത്യ എന്ന പോസ്റ്റുകൾ എഴുതി ഇന്ത്യക്കാരുടെ ഉദാര മനസ്കതയ്ക്ക് ഇന്ത്യയിലെ ഇറാനിയൻ എംബസി തുടർച്ചയായി നന്ദി പറയുന്നു. ഏറ്റവും പുതിയ പോസ്റ്റിൽ വൈദ്യസഹായം നിറച്ച മറ്റൊരു കപ്പൽ അയച്ചതിന് ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ ജനതയ്ക്കും ഇറാൻ നന്ദി അറിയിച്ചു. 43 ദിവസമായി യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാനെ സഹായിക്കാൻ ചിലർ സംഭാവനകൾ ശേഖരിച്ചും മറ്റുള്ളവർ ഇറാനിയൻ എംബസി നൽകിയ അക്കൗണ്ട് നമ്പറിലേക്ക് നേരിട്ട് പണം കൈമാറിയും കൈനീട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ലഖ്നൗ, ഡൽഹി തുടങ്ങിയ നിരവധി നഗരങ്ങളിൽ നിന്നും ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫറുകൾ നടന്നു. മറുവശത്ത് കശ്മീരി ജനത ഹൃദയസ്പർശിയായ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് പണം സംഭാവന ചെയ്തുകൊണ്ട് മാത്രമല്ല സ്വർണം, വെള്ളി, പിച്ചള, ചെമ്പ് പാത്രങ്ങൾ തുടങ്ങിയ ആഭരണങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടും സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തിക സഹായം അയക്കാൻ ഇറാനിയൻ എംബസി ഒരു QR കോഡ് പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ QR കോഡ് അവസാനിച്ചിരിക്കുന്നു. ഇറാനിയൻ എംബസി തന്നെയാണ് ഈ വിവരം നൽകിയിരിക്കുന്നത്. ഇറാനിലെ റെഡ് ക്രസന്റ് സൊസൈറ്റിയിലേക്ക് ഇന്ത്യ മരുന്നുകൾ അയച്ചതോടുകൂടി ഇറാൻ സമ്പൂർണ്ണമായും വികാരാധീനരായി പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പോസ്റ്റിൽ ഇറാനിയൻ അംബാസഡർ ഇന്ത്യയുടെ ജനങ്ങളുടെ വലിയ മനസ്സിനെ പ്രശംസിക്കുകയും മരുന്നുകൾ നിറച്ച മറ്റൊരു കപ്പൽ അയച്ചതിന് ഇന്ത്യൻ സർക്കാരിനോട് നന്ദി പറയുകയും ചെയ്തു. ഇന്ത്യയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എംബസി ട്വീറ്റ് ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങൾ സംഭാവന ചെയ്ത രണ്ടാമത്തെ ബാച്ച് മെഡിക്കൽ സാധനങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെഡ് ക്രസന്റ് സൊസൈറ്റിക്ക് അയച്ചു. അത് ലഭിച്ചുവെന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.